വാഹന ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്ന പല ചരിത്ര പ്രാധാന്യമുള്ള കണ്ടുപിടുത്തങ്ങൾക്കും കാരണമായ രസകരമായിട്ടുള്ള ചരിത്ര സംഭവ വികാസങ്ങളെയും ചരിത്ര പ്രാധാന്യമുള്ള എലമെന്റ്സുകളെയും വിശദീകരിക്കുന്ന ഒരു ചെറിയ പങ്ക്തി കൂടി നമ്മൾ ആരംഭിക്കുകയാണ്. ശരിക്കും നമ്മുടെ വീൽ ടോക്സിന്റെ മറ്റൊരു അധ്യായമായിട്ടാണ് നമ്മൾ ഇതിനെയും അവതരിപ്പിക്കുന്നത്. ഓരോ വീഡിയോയിലും ഇത്തരത്തിൽ രസകരമായിട്ടുള്ള 5 കാര്യങ്ങളാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ആ 5 കാര്യങ്ങളെ ഞാനായിട്ട് ഉണ്ടാക്കുന്നൊന്നുമല്ല, പല വെബ്സൈറ്റുകളിൽ നിന്നും പല ചാനലുകളിൽ നിന്നും പല റൈറ്റപ്പുകളിൽ നിന്നും ഒക്കെയായി കളക്ട് ചെയ്ത് ഏകീകരിക്കപ്പെട്ട് ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രം. അതായത് എൻ്റെതായ കണ്ടുപിടുത്തങ്ങളല്ല എന്നുകൂടി ചുരുക്കം. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ലോക പ്രശസ്തമാണ് ഫെറാറി എന്ന് പറയുന്ന ബ്രാൻഡ്. എന്നാൽ ഫെറാറി എന്ന് പറയുന്ന ബ്രാൻഡിനോടൊപ്പം തന്നെ ഫെറാറിയുടെ ലോഗോയും ലോക പ്രശസ്തമാണ് എന്ന് തന്നെ പറയാം. മഞ്ഞ പ്രതലത്തിനകത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന രൂപത്തിലുള്ള കുതിരയുടെ നിഴൽ എന്നുള്ളതാണ് ഫെറാറിയുടെ ലോഗോ. ഏതൊരു കുഞ്ഞിനും തിരിച്ചറിയുന്ന രൂപത്തിൽ ഫെറാറി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ലോഗോ ലോക പ്രശസ്തമായപ്പോൾ അതിനു പിന്നിലും രസകരമായിട്ടുള്ള ഒരു ചരിത്രമുണ്ട്. ഒന്നാം ലോക മഹായുദ്ധത്തിലെ ഹീറോ ആയിരുന്ന കൗണ്ട് ഫ്രാൻസിസ്കോ ബരേക്ക എന്ന് പറയുന്ന ഇറ്റാലിയൻ ഫൈറ്റർ പൈലറ്റിനോടുള്ള ആദര സൂചകമായിട്ടാണ് ഫെറാറി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഈ ഒരു ലോഗോയെ തിരഞ്ഞെടുത്തത്. അതിനുള്ള പ്രധാന കാരണം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന, അതായത് ബരേക്ക ഉപയോഗിച്ചിരുന്ന വിമാനത്തിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള ഒരു ചിഹ്നം ആലേഖനം ചെയ്തിരുന്നു എന്നുള്ളത് തന്നെയാണ്. വാഹന ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റൊരു വാർത്തയാണ് വാഹന മോഷണം എന്ന് പറയുന്നത്. എല്ലാ രാജ്യത്തും വാഹന മോഷണങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് തള്ളിക്കളയാനാവാത്ത കാര്യമാണ്. എന്നാൽ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ കട്ടുകൊണ്ടുപോകുന്ന വാഹനം ഏതാണെന്ന് അറിയുമോ? ഹോണ്ട എന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ അക്കോർഡും അതുപോലെ തന്നെ ഹോണ്ട സിവിക്കുമാണ് ഏറ്റവും കൂടുതൽ മോഷണം പോകുന്ന വാഹനങ്ങൾ. എന്തുകൊണ്ടാണ് മോഷണം പോകുന്നത് എന്നതിന് ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഇല്ല എങ്കിലും 1994 മോഡൽ ഹോണ്ട അക്കോർഡാണ് ഇന്ന് വരെ ഏറ്റവും കൂടുതൽ മോഷണം പോയതായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബ്രിട്ടീഷ് വാഹന നിർമ്മാണ കമ്പനിയായ ജാഗ്വറിനെ കുറിച്ച് അറിയാത്തവർ വളരെ കുറവായിരിക്കും. എന്നാൽ ജാഗ്വർ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ യഥാർത്ഥ പേര് സ്വാലോ സൈഡ് കാർ കമ്പനി എന്നായിരുന്നു എന്നറിയുന്നവർ വളരെ കുറവായിരിക്കും. എന്നാൽ സത്യം അതാണ്. ജാഗ്വർ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ യഥാർത്ഥ പേര്, അല്ലെങ്കിൽ ആദ്യം വിളിക്കപ്പെട്ടിരുന്ന പേര് സ്വാലോ സൈഡ് കാർ കമ്പനി എന്നായിരുന്നു. പിന്നീട് 1934 അത് ചുരുക്കിയിട്ട് SS കാർ കമ്പനി എന്ന പേരിൽ അറിയപ്പെട്ടു. പക്ഷേ പിന്നീട് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ കാലത്ത് നാസി SS എന്ന് പറയുന്ന കുപ്രസിദ്ധമായിട്ടുള്ള മറ്റൊരു ഗ്യാങ് ഉള്ളതുകൊണ്ട് ആ ഒരു പേരിൽ അറിയപ്പെടരുത് എന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണോ, അല്ലെങ്കിൽ ആ പേരിന്റെ കുപ്രസിദ്ധിയെ ഭയന്നുകൊണ്ടാണോ എന്നറിയില്ല, സ്വാലോ സൈഡ് കാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ SS എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി പിന്നീട് ജാഗ്വർ എന്ന് പറയുന്ന പേര് സ്വീകരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ചരിത്രത്തിലെ മറ്റൊരു കഥ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക വാഹനത്തിനകത്തും ക്രൂയിസ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കൂടിയുണ്ട്. പുതിയ വാഹനങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് ക്രൂയിസ് കൺട്രോൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്. എന്നാൽ എപ്പോഴാണ് ക്രൂയിസ് കൺട്രോൾ ഇംപ്ലിമെന്റ് ചെയ്തത്, അല്ലെങ്കിൽ ആരാണ് അത് കണ്ടെത്തിയത് എന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? 1948 റാൾഫ് ടീറ്റർ എന്ന് പറയുന്ന അന്ധനായിട്ടുള്ള ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ആദ്യമായി ക്രൂയിസ് കൺട്രോൾ കണ്ടെത്തിയത് എന്നതാണ് ചരിത്രം. 5ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട റാൾഫ് ടീറ്റർ എന്ന് പറയുന്ന സുഹൃത്ത് കണ്ടെത്തിയ ക്രൂയിസ് കൺട്രോളിൽ ഒരു സ്പ്രിങ്ങും മാഗ്നറ്റും ഉപയോഗിച്ചിട്ടുള്ള ഒരു ഉപകരണമായിരുന്നു എന്നുള്ളതും ചരിത്ര പ്രാധാന്യമേറിയ മറ്റൊരു സംഭവമാണ്. മാരുതി എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനി ഇന്ത്യൻ ജനതയെ വീലിലാക്കിയതും ഓരോ ഇന്ത്യക്കാരനും ഒരു കാർ എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതും ഇന്നും അത് നല്ല രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നതും നമ്മളെല്ലാം വായിച്ചതാണ്. മാരുതി SSIT എന്ന് പറയുന്ന മോഡല് ഇന്ത്യൻ ജനതയെ സംബന്ധിച്ചിടത്തോളം ചരിത്ര പ്രാധാന്യമുള്ള ഒരു എഴുന്നള്ളത്ത് തന്നെയായിരുന്നു. എന്നാൽ ഇന്ത്യൻ ജനതയുടെ വീൽ സ്വപ്നവും ഫോക്സ് വാഗണും തമ്മിൽ ചെറിയ ഒരു ബന്ധമുണ്ട്. ഇന്ത്യക്കാരെ വീലിലാക്കണം, അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരനും കാർ എന്ന് പറയുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കണം എന്ന് തീരുമാനിച്ച് 1971 അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോവുകയും സഞ്ജയ് ഗാന്ധിയെ അതിന്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. ചുമതല ഏറ്റെടുത്ത ഉടനെ സഞ്ജയ് ഗാന്ധി ആദ്യം ചെയ്തൊരു കാര്യം ഫോക്സ് വാഗൺ ഗ്രൂപ്പുമായി സംസാരിക്കുക എന്നുള്ളതായിരുന്നു. അവരുടെ ലോക പ്രശസ്തമായ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ജനങ്ങൾ ഏറ്റെടുത്ത ബീറ്റിൽ എന്ന് പറയുന്ന മോഡലിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ ആവശ്യമെന്ന് തോന്നുന്നു. പക്ഷേ അവസാനം അതിനുള്ള ഭാഗ്യം ലഭിച്ചത്, അല്ലെങ്കിൽ ആ നറുക്ക് വീണത് മാരുതിക്കാണ് എന്ന് പറയാം. ഇങ്ങനെയൊരു ബന്ധം കൂടി ഫോക്സ് വാഗണും ഇന്ത്യക്കാരുടെ വീൽ ചരിത്രവും തമ്മിൽ മറ്റൊരു ബന്ധം കൂടിയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇത്ര നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് വാഹന ലോകത്തെ ചരിത്ര പ്രാധാന്യമുള്ള തീരുമാനങ്ങൾക്ക് കാരണമായ, അല്ലെങ്കിൽ ഒരു തീരുമാനത്തിന്റെ പുറത്ത് പിന്നീട് ചരിത്രമായി മാറിയ 5 കാര്യങ്ങളെ കുറിച്ചാണ്. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു 5 വിശേഷങ്ങളുമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.